സ്നേഹമുള്ളവരെ, കൊടകര ഫൊറോനയുടെ ഇടവ മധ്യസ്ഥനായ വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏവർക്കും ഏറെ സ്നേഹപൂർവ്വം ആശംസിച്ചു കൊള്ളുന്നു. രക്ഷാകര ചരിത്രത്തിൽ വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ സ്ഥാനം എത്രയോ ശ്രേഷ്ഠമാണെന്നുള്ളത് നമുക്കേവർക്കും അറിയാവുന്നതാണ്. കൂറ യൗസേപ്പിതാവ് തൻ്റെ ജീവിതത്തിൽ കാനാൻ ദേശത്ത് പട്ടിണി വന്നപ്പോൾ ഫറവോയുടെ ഭവനത്തിൻ്റെ അധിപനും സമ്പത്തിൻ്റെ നായകനുമായി നിയമിക്കപ്പെട്ടതിനാൽ അദ്ദേഹം അവിടെ സ്വീകാര്യനായി. സ്വപ്നങ്ങളുടെ വ്യാഖ്യാതാവായി അദ്ദേഹം ഫറവോയുടെ ജീവിതത്തിൽ അലങ്കൃതനായപ്പോൾ തിരുകുടുംബ പാലകനായ വിശുദ്ധ യൗസേപ്പിതാവ് സ്വപ്നങ്ങൾക്ക് വേണ്ടി തൻ്റെ ജീവിതം ദൈവസന്നിധിയിൽ തീരെഴുതി കൊടുത്ത ഒരു വലിയ വിശുദ്ധനാണ്. തിരുകുടുംബത്തിൻ്റെ നാഥൻ എന്ന് പറയുമ്പോൾ കുടുംബത്തെ പരിപാലിക്കുവാനും സ്നേഹിക്കുവാനും വേണ്ടി അക്ഷീണം പ്രവർത്തിച്ച് ഒരു തച്ചൻ്റെ തൊഴിൽ ചെയ്ത് അതിൽ സന്തോഷം കൊണ്ടവനാണ് വിശുദ്ധ യൗസേപ്പിതാവ്. ലോക തൊഴിലാളി ദിനമായി മെയ് മാസം 1-ാം തീയതി ആചരിക്കുമ്പോൾ തൊഴിലാളി മധ്യസ്ഥനായ വിശുദ്ധ യൗസേപ്പിതാവിനെ സഭ അവരോധിക്കുന്നു. നമ്മുടെ കുടുംബങ്ങളുടെ വിശുദ്ധീകരണവും വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ മാധ്യസ്ഥവും നമുക്കേവർക്കും ദൈവകൃപയാൽ സമൃദ്ധമായി ലഭിക്കട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുകയാണ്. ഒരു കുടുംബത്തിൻ്റെ നാഥൻ എപ്പോഴും തൻ്റെ ജീവിതത്തിൽ പ്രാധാന്യം വഹിക്കുന്ന വ്യക്തിയാണ്. തിരുകുടുംബ പാലകനായ വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ ആ തിരുസ്വരൂപം എപ്പോഴും ഉത്തമമായ ആ പീഠത്തിൽ ഉപവിഷ്ഠിതമാകേണ്ടതാണ്. തിരുകുടുംബത്തിൻ്റെ മധ്യസ്ഥനായ വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ നാമധേയം വഹിക്കുന്ന ഇടവക കൊടകര ഫൊറോനയിൽ വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ രൂപം ഒന്നുകിൽ കുരിശിന് താഴെ അല്ലെങ്കിൽ വലത് ഭാഗത്ത് ഉപവിഷ്ഠിതമാക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അങ്ങനെ കുടുംബനാഥന്മാരെ വിശുദ്ധീകരിക്കുവാനും കുടുംബത്തിൻ്റെ ദൗത്യം നിറവേറ്റുവാനും ഏതൊരു തൊഴിലായിരുന്നാലും അത് സന്തോഷപൂർവ്വം സ്വീകരിക്കുവാനും ഈ ഊട്ടുതിരുനാൾ എല്ലാവർക്കും നന്മയുടെ ഒരു അവസരമായി തീരട്ടെ എന്ന് പ്രത്യേകം അഭിലഷിക്കുകയും എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം തിരുനാളിൻ്റെ വിശുദ്ധൻ്റെ മംഗളങ്ങൾ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.